കിണറാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഡാമിലേക്ക് കയറണം നമ്മൾ. ഇവിടെയാണ് ബ്രിഡ്ജ് ഡാമേജ് ആയിരിക്കുന്ന സ്ഥലം. അത്യാവശ്യം നല്ലൊരു മടിയാണ്, വഴുക്കലുണ്ട്. ഇറ്റ്സ് നോട്ട് ഈവൻ വാക്കബിൾ. തെങ്ങ് തടി വന്ന് സ്റ്റക്കായിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഫ്രീ റൈഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അദാനി മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിനെയും മാംഗ്ലൂർ സിറ്റിയെയും കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റിവർ ക്രോസിംഗ് ബ്രിഡ്ജാണ് മറവൂർ ബ്രിഡ്ജ്. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ ബ്രിഡ്ജിന് ഡാമേജ് ഉണ്ടാവുകയും കാൽനട യാത്ര തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. മാംഗ്ലൂർ സിറ്റിയിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്നുമൊക്കെ വരുന്ന പാസഞ്ചേഴ്സിനും എയർപോർട്ട് സ്റ്റാഫിനും ഒപ്പം എയർപോർട്ടിന് സമീപത്തുള്ള ബജ്പെ എന്ന സ്ഥലത്തുള്ള ജനങ്ങൾക്കും നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എയർപോർട്ടിന് തൊട്ടടുത്ത ടൗണായ കാവൂരിൽ നിന്നും എയർപോർട്ടിലേക്ക് വെറും 5 കിലോമീറ്റർ മാത്രമുണ്ടായിരുന്നത് ഇപ്പോൾ 15-20 കിലോമീറ്റർ ചുറ്റിയാണ് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുന്നത്. എയർപോർട്ടിലേക്കുള്ള ബദൽ മാർഗം തേടിയുള്ളൊരു റൈഡാണിത്. ദർ ആർ സം ഓപ്ഷൻസ്. അതിൽ പ്രധാനപ്പെട്ടൊരു ഓപ്ഷനാണ് കാവൂർ ടു കൂളൂർ, കൂളൂർ ടു ജോക്കട്ടെ ടു മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ബട്ട് ഞാനിപ്പോൾ പോകുന്നത് ഇത്തിരി റിസ്ക്കി ആയിട്ടുള്ളൊരു ഓഫ് റോഡാണ്. ഫുള്ളി ഓഫ് റോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല. മഴയൊക്കെ പെയ്തതുകൊണ്ട് ഇത്തിരി മടിയായിട്ടുള്ളൊരു റോഡാണ്. സോ നല്ല റെയിനുള്ള സമയത്തും രാത്രി കാലങ്ങളിലും ഈ റോഡ് ചൂസ് ചെയ്യാൻ പറ്റില്ല, ഇത്തിരി റിസ്ക്കിയാണ്. ഈ വഴി വരുന്നത് കാവൂരിൽ നിന്നും ജസ്റ്റ് 500 മീറ്റർ ബോന്തലിൽ നിന്ന് സെക്കൻഡ് ലെഫ്റ്റ് ബെസൻറ്റ് കോളേജ് റോഡിൽ സ്ട്രെയിറ്റ് അബൌട്ട് 1 കിലോമീറ്റർ പോയാൽ കിട്ടുന്ന കൊങ്കൺ റെയിൽവേയുടെ അണ്ടർ ബ്രിഡ്ജാണ്. ഈ വഴി അത്യാവശ്യം നല്ല ഗ്രീനറിയാണ്. സിറ്റിയിലെ ട്രാഫിക്കും ബഹളവും ഒഴിവാക്കി റൈഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ റൂട്ടാണിത്. ഈ ഒരു ജംഗ്ഷന് റൈറ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിൽ റോഡ് എൻഡാണ്, ഒരു 200 മീറ്ററിൽ റോഡ് എൻഡാണ്. സോ ഇവിടുന്ന് റൈറ്റ്, again next left. മാംഗ്ലൂരിലെ ഒട്ടുമിക്ക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഉള്ളത് സിറ്റിയിലാണ്. എയർപോർട്ടിൽ നിന്നോ ബജ്പയിൽ നിന്നോ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ പോലും മിനിമം 15 കിലോമീറ്ററെങ്കിലും ഒട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പോയിട്ട് വേണം സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചേരാൻ. ഇവിടുന്ന് അങ്ങോട്ട് നല്ലൊരു ഇറക്കമാണ്. റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയുള്ളത് മഡ് റോഡാണ്. അപ്പോൾ ഇത്തിരി ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഹാവ് ടു ബി വെരി കെയർഫുൾ. കിണറാണെന്ന് തോന്നുന്നു, കിണറുണ്ടാക്കുന്നത്. സോ ഇവിടെ നിന്ന് ഡാമിലേക്ക് കയറണം നമ്മൾ. സോ അത്യാവശ്യം നല്ലൊരു മടിയാണ്, വഴുക്കലുണ്ട്. കെയർഫുള്ളായിട്ട് ഓടിക്കണം. നല്ല മഴയുള്ളപ്പോഴും രാത്രി കാലങ്ങളിലും ഇതുവഴി വരരുത്. പുഴ കവിഞ്ഞൊഴുകുന്നുണ്ട്. ഇപ്പോൾ മഴയില്ലാതുകൊണ്ട് ഓക്കെ, ഡാം ക്രോസ് ചെയ്യാൻ പറ്റും. കാണുമോ അറിയില്ല, റെയിൽവേ ബ്രിഡ്ജാണ് അവിടെ. അതിൻ്റെ നെക്സ്റ്റ് വാഹനങ്ങളൊക്കെ പോകുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതാണ് ഡാമേജ് ആയിരിക്കുന്നത്. ആ ഒരു 2 കിലോമീറ്റർ പോകുന്നതിനാണ് നമ്മളിപ്പോൾ 10-12 കിലോമീറ്റർ ചുറ്റി വളച്ച് വരുന്നത്. ഇവിടെ ചെറിയൊരു താഴ്ചയാണ്, അപ്പോൾ ഇവിടെ വെള്ളം കയറിയാൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ഈവനിങ് ഞാൻ ഇതുവഴി വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ നല്ല വെള്ളമായിരുന്നു. ആ താഴ്ന്ന ഭാഗത്ത് വണ്ടിയുടെ ഫുട് പെഗ് വരെ ഉണ്ടായിരുന്നു വാട്ടർ ലെവൽ.
ഒരു ജംഗ്ഷൻ വരുന്നിടത്ത് നല്ല വെള്ളം ഉണ്ടാവാറുണ്ട് സാധാരണ. ഇപ്പോൾ വെള്ളം ഇറങ്ങി, മഴയില്ല. അതുകൊണ്ട് മൈ ഗോഡ്, 3 തവണ ഞാൻ ഇതുവഴി വന്നു. അതിൽ 2 പ്രാവശ്യം ഞാൻ വണ്ടി കഴുകി. ഇനിയിപ്പോൾ വീണ്ടും തിരിച്ചു പോയിട്ട് ഒന്നുകൂടെ കഴുകേണ്ടി വരും. അതാണ് അവസ്ഥ. ഈ റോഡ് നമ്മൾ നേരെ പോയി കയറുന്നത് അദ്യപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്യപ്പാടി ടെമ്പിളിൻ്റെ ബാക്ക് സൈഡാണിത്. നോർമലി കാവൂർ ടു മാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് 5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 15 to 20 കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞാണ് എല്ലാവരും വരുന്നത്. ഞാനിപ്പോൾ വന്ന ഈ അദ്യപ്പാടി വഴി 12 കിലോമീറ്ററാണുള്ളത്. അബൌട്ട് 30 മിനിറ്റ്സാണ് എടുത്തത്. ബട്ട് ആ റൂട്ട് നല്ല മഴ സമയത്തും രാത്രി കാലങ്ങളിലും ഒട്ടും സേഫല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ പോലും നട്ടം തിരിഞ്ഞു പോകുന്ന അവസ്ഥയാണിവിടെ. സോ എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് ബ്രിഡ്ജ് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഈ വീഡിയോ നിർത്തുന്നു. Dear friends, see you soon in next video. Thank you for watching.